കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത്ത് ലിന്നാസ്. നിങ്ങൾ ഉയർന്ന സമൂഹമാണ്, ഏറ്റവും നല്ലൊരു സമൂഹമാണ്. ഇവിടെയുള്ള മറ്റ് സമൂഹങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമൂഹമാണ്. മറ്റൊരിടത്ത് പറയുന്നത് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാകണം. വൽതകും മിൻകും ഉമ്മ, മുസ്ലിം സമൂഹത്തിൽ നിന്നും ഒരു സമൂഹം ഉണ്ടാകണം, ഒരു ആദർശ സമൂഹം. യദ്ഉന ഇലൽ ഖൈർ, ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കണം. വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന എല്ലാ നന്മകളോടും ജനങ്ങളും പറയുന്ന ഒരു ആദർശ സമൂഹം, ഒരു പ്രബോധക സമൂഹം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, നിങ്ങളെ ഞാൻ ഒരു മധ്യമ സമൂഹമാക്കി മാറ്റി. ഒരു മധ്യമ സമൂഹം. എന്താണ് ഉമ്മത്തും വസത്ത എന്നതിന് പല നിർവചനങ്ങളും പല തഫ്സീറുകളും ഉണ്ട്. അതിൽ പ്രബലമായൊരു തഫ്സീർ അള്ളാഹുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യസ്ഥം. അള്ളാഹു ഒരു ഭാഗത്ത്, ജനങ്ങൾ വേറൊരു ഭാഗത്ത്, അതിനിടയിൽ നിൽക്കുന്ന, അഥവാ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങളും ആശയങ്ങളും ഏറ്റുവാങ്ങി അത് മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ മനുഷ്യർക്കും ഇടയിലുള്ള മധ്യഭാഗമാണ് ഉമ്മത്തും വസത്ത. പ്രവാചകന്മാർക്ക് ശേഷം, അമ്പിയാക്കന്മാർക്ക് ശേഷം പിന്നീട് പ്രവാചകന്മാരില്ല. പിന്നെ ആരാണ് പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക സമൂഹമാണ്. അപ്പോൾ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഒരു പ്രബോധക സമൂഹമാണ്, ഒരു പ്രവാചക സമൂഹമാണ്. അവരുടെ കൈകളിൽ വിശുദ്ധ ഖുർആനുണ്ട്. ആ വിശുദ്ധ ഖുർആനിലുള്ളത് പ്രവാചകന്മാരുടെ പ്രബോധനമാണ്. അതേപോലെ മറ്റൊന്ന് പ്രവാചകന്റെ ജീവിതമാണ്. ഇത് രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, അവന്റെ ആരാധനാ ജീവിതത്തിൽ, അവന്റെ അനുഷ്ഠാനങ്ങളിൽ ആ ഖുർആന്റെയും സുന്നത്തിന്റെയും തത്വങ്ങളും മൂല്യങ്ങളും ഒക്കെ അവൻ ഉൾക്കൊള്ളണം. അത് കഴിഞ്ഞോ അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ, ആ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ കുന്തും ഖൈറ ഉമ്മ, മുസ്ലിം സമൂഹം നിങ്ങൾ ഏറ്റവും ഉത്തമമായ ഒരു സമൂഹമാണ്. ഉഖ്രിജത്ത് ലിന്നാസ്, നിങ്ങൾ ഒരു മുസ്ലിം സമൂഹം എന്നർത്ഥത്തിൽ നിങ്ങൾ ഈ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി, ഉഖ്രിജത്ത് ലിന്നാസ് മുഖ്രിജു ഹാദിഹിൽ ഉമ്മ വല്ലാഹു മുഖ്രിജു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അള്ളാഹു അവതരിപ്പിച്ചതാണ്, അള്ളാഹു ഉൽപ്പാദിപ്പിച്ചതാണ്. ലിന്നാസ്, ഇവിടെയുള്ള മറ്റ് ജനങ്ങൾക്ക് വേണ്ടി. ഞാനിത് പറയുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു കാഴ്ചപ്പാട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സൻ, ഏറ്റവും നല്ല വാക്കുകൾ പറയുന്നത് ആരാണ്? ഏറ്റവും നല്ല നിലപാടുകൾ, ഏറ്റവും നല്ല ആശയങ്ങൾ ഈ ലോകത്ത് പറയുന്നതാണ്. വമൻ അഹ്സൻ, ഏറ്റവും നല്ലതാരാ? ഖൗലൻ, വാക്കുകളാൽ, നിലപാടുകളാൽ, ആശയങ്ങൾ. ഏറ്റവും നല്ല പ്രസ്ഥാനം ഏതാ? ഏറ്റവും നല്ല നിലപാട് ഏതാ? ഏറ്റവും നല്ല കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനം ഏതാണെന്ന് അറിയുമോ? അള്ളാഹുവിന്റെ നിയമങ്ങളും തത്വങ്ങളെയും ജനങ്ങൾക്ക് മുമ്പിൽ പറയുകയും എന്നിട്ട് അള്ളാഹു പറഞ്ഞതിലേക്ക്, പ്രവാചകൻ പറഞ്ഞതിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല നിലപാടുള്ളവർ. ഒരു പക്ഷെ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാണ്, ഞങ്ങൾ ഇസ്ലാമിക പ്രബോധകരാണ് എന്ന് പറയുന്നവർ, അതിൽ യാതൊരു ഭയമോ പേടിയോ ആശങ്കയോ ഇല്ലാത്ത വിധത്തിൽ അങ്ങനെ ജീവിക്കുന്ന സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന, ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന, ഇസ്ലാമിന്റെ വക്താക്കളായി ജീവിക്കുന്നവരാണ് ഏറ്റവും നല്ല ആളുകൾ. ഞാനിത് പറയുന്നത് നമ്മളൊക്കെ ജീവിക്കുന്ന സമൂഹത്തിൽ, രാജ്യത്ത്, ലോകത്ത് ഇസ്ലാമിക സമൂഹം ഒരിക്കലും തങ്ങളുടെ മേൽവിലാസം മറക്കരുത്. തങ്ങളുടെ അഡ്രസ്, ശരിക്കും നമ്മുടെ അഡ്രസ്, നമ്മുടെ മേൽവിലാസം, നമ്മുടെ യഥാർത്ഥ ദൗത്യം എന്താണ് എന്ന് മറക്കരുത്. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വലത്തക്കുരു, നിങ്ങൾ ആകരുത് കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്നുപോയ ആളുകൾ, അള്ളാഹുവിനെ മറന്നുപോയ, അള്ളാഹുവിന്റെ ദീനിനെ മറന്നുപോയ, വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും തത്വങ്ങളെയും മൂല്യങ്ങളെ മറന്നുപോയ ആളുകൾ, അതിനെ വിസ്മരിച്ച ആളുകളായി നിങ്ങൾ മാറരുത്. അങ്ങനെ മാറിയാൽ അള്ളാഹു നിങ്ങളെ മറപ്പിച്ചു കളയും. നിങ്ങളൊരു മുസ്ലിങ്ങളാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാണ്, സത്യത്തിന്റെ ദീനാണ് ഞങ്ങളുടെ കൈകളിലുള്ളത് എന്ന ഓർമ്മയും ബോധവും നിങ്ങൾക്ക് നഷ്ടപ്പെടും.
അതോടുകൂടി നിങ്ങൾ എന്താകും? നിങ്ങൾ ഫാസിക്കുകളാകും. അതോട് നിങ്ങൾ ഫാസിക്കുകളും ലാലിമുകളുമാകും. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനൊരു ആമുഖം പറയുന്നത് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചർച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. ഛത്തീസ്ഗഡില്, ഉത്തരേന്ത്യൻ നാടുകളിലൊക്കെ നിരന്തരം വലിയ ചർച്ചകളെയാണ് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സമാജം എന്ന് പറയണം. കാരണം ഇതുവരെ ഒറീസയിലും അതേപോലെ തന്നെ നാഗാലാൻഡിലും മിസോറാമിലും മണിപ്പൂരിലൊക്കെ പലപ്പോഴും അവിടുത്തെ ക്രൈസ്തവ സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ ദരിദ്ര ക്രൈസ്തവരാണ്. അവിടുത്തെ ഏതർത്ഥത്തിൽ അവിടുത്തെ ഗോത്ര സമൂഹങ്ങൾ മതം മാറിയതാണ്. അത്തരം മതം മാറിയ ക്രൈസ്തവരെ ഒരു അവശ്യ ക്രിസ്ത്യാനികൾ എന്നൊരു ഗണത്തിലാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ക്രൈസ്തവർ പോലും കൊണ്ടു നടക്കുന്നത്. അവശ്യ ക്രിസ്ത്യാനികൾ, സവർണ, സുറിയാനി, കത്തോലിക്ക സഭകളൊക്കെ ആ ലെവലിലും ചിന്തയിലൊന്നും സ്വന്തം സഹോദരങ്ങളായി പലപ്പോഴും അവരെ കാണാറില്ല. അതുകൊണ്ട് വളരെ ക്രൂരമായ പീഡനങ്ങളും മർദ്ദനങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടും പലപ്പോഴും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുവാനോ ആ സങ്കടങ്ങൾ സ്വന്തം സങ്കടങ്ങളായി മനസ്സിലാക്കാനോ ഉള്ള ഒരു സാഹോദര്യ ബന്ധം പലപ്പോഴും അവർ കാണിക്കാറില്ല. പക്ഷെ പലപ്പോഴും അത് ഇവിടെ നിന്നുമുള്ള അവരുടെ നേർക്കുനേരെ സഭകളുടെ കുഞ്ഞാടുകളാകുമ്പോഴാണ് അത് കുറെ കൂടി ഇപ്പോൾ ഒരു പക്ഷെ അത്തരം ചില അനുഭവങ്ങളിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഞാൻ ഈ സന്ദർഭത്തിൽ അവരെ സംബന്ധിച്ച് അങ്ങനെ നിരൂപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ പറയേണ്ടതില്ല. യഥാർത്ഥത്തിൽ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും ഒറ്റ കാര്യം പറയുന്നു, ഞാൻ പലപ്പോഴും പറയും, ഇസ്സത്ത് എന്ന് പറഞ്ഞൊന്നുണ്ട്. ഇസ്സത്ത്, അഭിമാനം, സ്വന്തം വിശ്വാസത്തിൽ, സ്വന്തം ആദർശത്തിൽ, സ്വന്തം നിലപാടിൽ അഭിമാനത്തോടെ അന്തസ്സോടെ നിലകൊള്ളുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ്. ഇസ്ലാമിൽ അതിന് ഇസ്സത്ത്. നമ്മളെപ്പോഴും ദുആ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. നിങ്ങൾ ആ ദുആയുടെ അർത്ഥം അറിയോ? മുസ്ലിങ്ങൾക്ക് അഭിമാനം നൽകണം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹു മുസ്ലിങ്ങൾക്ക് അഭിമാനം നൽകണം. അല്ലാഹു മുസ്ലിങ്ങൾക്ക് അന്തസ്സ് നൽകണം. സമ്പത്ത് നൽകണമെന്നല്ല. മുസ്ലിങ്ങൾക്ക് സമ്പത്ത് നൽകുക, മുസ്ലിങ്ങൾക്ക് പൈസയും പണം നൽകുക, മുസ്ലിങ്ങൾക്ക് അധികാരം നൽകുക എന്നല്ല നമ്മൾ ദുആ ചെയ്യാറുള്ളത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹു ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് അഭിമാനം, അന്തസ്സ് നൽകണം തമ്പുരാനെ. ഒരുപക്ഷെ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ, അതല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ, അവർ വിശന്ന് കരഞ്ഞ് അവർ വിശപ്പിനാൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾക്കറിയാം അവർ അന്തസ്സ് നിലനിർത്തുന്നവരാണ്, അവർ അഭിമാനം നിലനിർത്തുന്നവർ. അതുകൊണ്ട് ഇന്നും അവിടുത്തെ കുഞ്ഞുങ്ങൾ, അവിടുത്തെ സ്ത്രീകൾ പട്ടിണി കോലങ്ങളായി മാറുമ്പോഴും, എക്സ്റേ ചിത്രങ്ങളായി മാറുമ്പോഴും, എല്ലും കൂടായി മാറുമ്പോഴും, പട്ടിണി കിടന്ന് മരിക്കുമ്പോഴും അവരവരുടെ ആദർശത്തെ, അവരുടെ വിശ്വാസത്തെ, ഫലസ്തീൻ കോസ്, മസ്ജിദുൽ അഖ്സയുടെ കോസ്, ഞങ്ങൾ ഫലസ്തീൻ എന്നതാണ് ഞങ്ങളുടെ പ്രശ്നം, ഫലസ്തീന്റെ വിമോചനമാണ് ഞങ്ങളുടെ പ്രശ്നം, മസ്ജിദുൽ അഖ്സയാണ് ഞങ്ങളുടെ പ്രശ്നം. ആ കോസിൽ അവരൊരു വിട്ടുവീഴ്ച ചെയ്യാറാതെ അഭിമാനത്തോടെ അന്തസ്സോടെയാണ് അവർ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും അന്തസ്സുള്ള മുസ്ലിങ്ങൾ ഫലസ്തീനിലെ മുസ്ലിങ്ങളാണ്. ബൈത്തുൽ ഇസ്സ, ഗസയെ കുറിച്ച് ബൈത്തുൽ ഇസ്സ എന്നാണ്, ഇസ്സത്തിന്റെ തലസ്ഥാനമാണ്, ഇസ്സത്തിന്റെ ഭവനമാണ് യഥാർത്ഥത്തിൽ ഗസയും ഫലസ്തീനും. ലോകത്തെ ഏറ്റവും അപമാനിതരായ മുസ്ലിങ്ങൾ ഫലസ്തീൻ അപ്പുറത്തും ഇപ്പുറത്തുള്ള വലിയ വലിയ രാജാക്കന്മാരാണ്. വലിയ കന്തൂറകൾ, വലിയ ഒട്ടകത്തെ അങ്ങനെ തന്നെ നിന്നും പുഴുങ്ങി അങ്ങനെ തന്നെ തിന്നുന്ന ആളുകൾ. അങ്ങനെ വലിയ വലിയ ആടും അല്ലെങ്കിൽ വലിയ വലിയ മൃഗങ്ങളെ അങ്ങനത്തെ കുഴിയിലേക്ക് വെച്ചിട്ട് അങ്ങനത്തെ വലിയ വലിയ മൃഗങ്ങളെ അപ്പാടെ വിഴുങ്ങുന്ന മൃഷ്ടാന ഭോജനത്തിന്റെ ലോകത്ത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെ മുമ്പിൽ പേടിച്ച് വിറച്ചു നിൽക്കുന്ന ഇത്തരത്തിലുള്ള അറേബ്യൻ തമ്പുരാക്കന്മാർ, അറേബ്യൻ കോടിപതികൾ, അവരാണ് ലോകത്തെ ഏറ്റവും നിന്ദ്യരായ മുസ്ലിങ്ങൾ. ദില്ലത്ത്, ഇസ്സത്ത്, ദില്ലത്ത്. വിശുദ്ധ ഖുർആനിൽ വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാ അയബ്തഗൂന ഇൻദഹുൽ ഇസ്സ. അല്ലാഹു അല്ലാത്ത മറ്റ് ചില ശക്തികളെ രക്ഷാധികാരികളായി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അയബ്തഗൂന ഇൻദഹുൽ ഇസ്സ, അവർ അവരുടെ അടുക്കൽ നിന്നും അഭിമാനം കിട്ടും, ഇസ്സത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? മുസ്ലിങ്ങൾ അവരുടെ ഇസ്ലാമും അവരുടെ ദീനും കൈയൊഴിച്ച് ആരെയൊക്കെയോ ചാരി നിന്നാൽ, ആരെയൊക്കെയോ ചാരിയാൽ, ആരുടെയൊക്കെയോ കാല് തിരുമ്മിയാൽ, ആരുടെയൊക്കെ മുമ്പിൽ കീഴടങ്ങി കൊടുത്താൽ നമുക്ക് അഭിമാനവും അന്തസ്സും കിട്ടും എന്ന് വിചാരിക്കുന്നവർ അമേരിക്കയുടെ കൂടെ നിന്നാൽ,
ഇപ്പൊ ഈ ഫലസ്തീനികളെ കൊന്നു തിന്നുന്ന ഘട്ടത്തിൽ പോലും അമേരിക്കയിലെ ട്രംപ്, സൗദി, UAE, ഖത്തർ, അങ്ങനെ അറബ് രാജ്യങ്ങളിൽ വരികയും ആ രാജ്യങ്ങളെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കുകയും അവിടുത്തെ സ്ത്രീകൾ മുടിയഴിച്ചാടുകയും ചെയ്യുന്ന ഒരുതരം മുടിയഴിച്ചാടുക എന്നൊക്കെ പറയുന്ന ഒരു പൈശാചിക നൃത്തം, മുടിയഴിച്ചാടുക എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്തസ്സുള്ള മുസ്ലിം സ്ത്രീകൾ ഒരു പക്ഷേ ഇത്ര നൃത്യങ്ങളിൽ പോലും അങ്ങനെ അഭിരമിക്കുന്നവരല്ല. പക്ഷെ മുസ്ലിം സ്ത്രീകൾ മുടിയഴിച്ചാടി ട്രംപിന് മുമ്പിൽ ഏതോർത്ഥത്തിൽ അഴിഞ്ഞാടിയ അത്ര അഴിഞ്ഞാട്ടത്തിന് എല്ലാ സൗകര്യം ഒരുക്കി കൊടുത്ത മുസ്ലിം രാജാക്കന്മാർ അപമാനിത മുസ്ലിങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അപമാനം അടിക്കുക, അവർക്ക് അപമാനം അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈന്യതയും അപമാനവും അടിച്ചേൽപ്പിക്കപ്പെട്ട ആളുകൾ. ചരിത്രത്തിൽ ജൂതന്മാരുടെ ചരിത്രം പറയുമ്പോൾ അത് പറയാം. അള്ളാഹുവിന്റെ കോപങ്ങളുമായിട്ട് തിരിച്ചു പോകേണ്ടി വന്ന ആളുകളാണ് ചരിത്രത്തിൽ ജൂതന്മാർ. അവർക്ക് നിന്ദ്യത അടിച്ചേൽപ്പിക്കപ്പെട്ടു, അപമാനം അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഞാൻ പറയുന്നു, മുസ്ലിം സമൂഹം ഇസ്സത്തിന്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ ഇസ്സത്തിന്റെ നിലപാടുള്ളത് കൊണ്ടാണ് ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ അവർ വിശന്നുകൊണ്ട് അഭിമാനപൂർവ്വം മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ദില്ലത്തിന്റെ അപമാനകരമായ നിലപാടെടുത്തവരാണ് മുസ്ലിം രാജ്യത്തിന്റെ മുസ്ലിം രാജാക്കന്മാർ, മുസ്ലിം അധികാരികൾ, മുസ്ലിം ഭരണകൂടങ്ങൾ. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പോലും നമുക്ക് പറയാനുള്ളത്, ക്രൈസ്തവ സഭകൾ, ഇവിടുത്തെ കത്തോലിക്ക സഭ ഉൾപ്പെടുന്ന സഭകൾ ഇത്ര അപമാനകരമായ നിലപാടെടുത്തവരാണ്. സംഘപരിവാറിന്റെ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും മുമ്പിൽ പേടിച്ചിട്ട് വിറച്ചിട്ട് അവർക്ക് മുമ്പിൽ മാപ്പെഴുതി മുട്ടുകുത്തി, ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവർ ഇവിടുത്തെ സംഘപരിവാർ മുമ്പിൽ മുട്ടുകുത്തി അവർ മുമ്പിൽ യാചിക്കുന്ന ഒരുപക്ഷെ ദില്ലത്തിന്റെ അപമാനകരമായ നിലപാടെടുത്തതിന്റെ ഫലങ്ങൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപമാനകരമായ നിലപാടുകൾ. അഭിമാനം എന്നത് അള്ളാഹുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അഭിമാനം. അവന്റെ പ്രവാചകന്റെ കൂടെ നിന്നാൽ, ആ പ്രവാചകൻ പറയുന്നത് പോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് അന്തസ്സും അഭിമാനവും കിട്ടും. യഥാർത്ഥ നിങ്ങൾ അപമാനിതമാകില്ലട്ടോ, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല കേട്ടോ. ഉഹദിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക സമൂഹം പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്, ഈ ആയത്തിറങ്ങുന്നത്. അതിൽ പറയുന്നത് വലാ തഹിനു, നിങ്ങൾ അങ്ങനെ ഒരിക്കലും ദുർബലരാവില്ല. വലാ തഹ്സനു, നിങ്ങൾ അമിതമായി ദുഃഖിക്കേണ്ടി വരില്ല. ഒരു പക്ഷെ പരാജയം നേരിട്ടേക്കാം, നിങ്ങൾക്ക് കുറെ സഹാബിമാർ മരിച്ചേക്കാം, പ്രവാചകന്റെ അടക്കം പല്ല് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ പല സഹാബികാരും, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് മരിച്ചിട്ടുണ്ട്, മിസ്അബ് ബിൻ ഉമൈർ മരിച്ചിട്ടുണ്ട്, അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് മരിച്ചിട്ടുണ്ട്. 10-70ഓളം സഹാബിമാർ ഉഹദിന്റെ രണഭൂമിയിൽ മരിച്ചിട്ടുണ്ട്. രക്തസാക്ഷികളുണ്ട്. നിങ്ങൾക്കൊരു അടി, നിങ്ങൾക്കൊരു പരാജയം പ്രത്യക്ഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തിൽ, നിങ്ങളുടെ ഈമാനിൽ, നിങ്ങളുടെ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല, നിങ്ങൾ മാനം കെട്ട് നാണം കെട്ട് ജീവിക്കേണ്ടി വരികയില്ല. അൻതുമുൽ അഅലൗൻ, ഏറ്റവും ഉന്നതമായ ഒരു സമൂഹമായി നിങ്ങൾ മാറും. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. ഞാൻ പറയുന്നത്, നാം നമ്മുടെ വിശ്വാസത്തെ, ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ആ അർത്ഥത്തിൽ സ്വന്തം ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയ ക്രൈസ്തവ സഭകൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളീയ പൊതുമണ്ഡലത്തിൽ, രാജ്യത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ നേർക്ക് നേരെ പറഞ്ഞാൽ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സങ്കടമുണ്ട്, നമുക്ക് വേദനയുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തെ ക്രൈസ്തവ സഭകൾ ഒരു ക്രിസംഗി എന്ന് പറയുന്ന ഒരു ധാരയിലേക്ക് പോലും സംഘപരിവാറിന്റെ എഴുതിക്കൊടുക്കുന്ന അവരെഴുതിക്കൊടുക്കുന്ന അജണ്ടകൾ, അവരെഴുതി കൊടുക്കുന്ന തെറിവാക്കുകൾ, അവരെഴുതി കൊടുക്കുന്ന ഇസ്ലാം വിരുദ്ധ വാക്കുകളെ സ്വന്തം വാക്കുകൾ കൊണ്ട് പ്രക്ഷേപണം ചെയ്തുകൊണ്ട് സംഘപരിവാറിന്റെ സോഫ്റ്റ്വെയർ ക്രൈസ്തവ സമൂഹത്തിന്റെ ഹാർഡ്വെയറിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്രൈസ്തവ സംഘപരിവാർ തന്നെ കേരളീയ പൊതുമണ്ഡലത്തിൽ സൃഷ്ടിച്ചു. എന്നിട്ട് അവർ കേരളത്തിൽ ഇസ്ലാം വിരുദ്ധ
ഇസ്ലാം വെറുപ്പ്, ഇസ്ലാം വിരോധം, ഇസ്ലാം വിരുദ്ധ തെറിപ്പാട്ട്. കൊടുങ്ങല്ലൂരൊക്കെയാണ് തെറിപ്പാട്ട്. നമ്മൾ കൊടുങ്ങല്ലൂരിൽ തെറിപ്പാട്ട് എന്ന് പറയുന്ന ഒരു ആഘോഷമുണ്ട്. കൊടുങ്ങല്ലൂരിൽ ദേവിയുണ്ട്. ആ ദേവിക്ക് തെറി കേൾക്കണാൻ ഇഷ്ടം. അങ്ങനെ അവിടെയുള്ള ഒരു സീസൺ സമയങ്ങളിൽ ഭക്തജനങ്ങൾ വരികയും അവരിങ്ങനെ തെറിപ്പാട്ട് പാടുകയും. ഓരോ മതം, ആ മതത്തേക്ക് ഇവിടുത്തെ സവർണര്, ഇവിടുത്തെ ഈ സവർണ ബ്രാഹ്മണന്മാർ, ഇവിടുത്തെ പിന്നാക്ക ഈ മതങ്ങളെയൊക്കെ എത്രത്തോളം ഹൈജാക്ക് ചെയ്തു എന്നും എത്രത്തോളം അപമാനിച്ചു എന്ന് തെളിവാണ് ശരിക്കത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിബോധം പലർക്കും ഇല്ലാതെ പോയി. പക്ഷേ ആ കൊടുങ്ങല്ലൂർ ഇപ്പുറത്ത് മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു തെറിപ്പാട്ട്, കൊടുങ്ങല്ലൂർ തെറിപ്പാട്ടിന് ശേഷം, കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിന് ശേഷം ഇസ്ലാം വിരുദ്ധ ഭരണിപ്പാട്ട് ഈ മുനമ്പത്ത് വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ ക്രൈസ്തവ സമൂഹങ്ങൾ, അവരുടെ ചാനലുകൾ, അവരുടെ ഓൺലൈൻ മാധ്യമങ്ങൾ, കേരളത്തിൽ ഒരു സംഘം ഓൺലൈൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ക്രിസംഗീധാരകൾ നേതൃത്വം നൽകുന്ന, ഞാൻ പേരൊന്നും പറയുന്നത് നിനക്കറിയാലോ, കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ കടുത്ത ഇസ്ലാം വിരുദ്ധതയുടെ നഞ്ച് കലർത്തുക. നമ്മൾ പുഴയിൽ കുളത്തിൽ നഞ്ച് കലർത്താന്ന് പറയും. കുളത്തിൽ നഞ്ച് കലർത്തുക, കിണറിൽ നഞ്ച് കലർത്തുക എന്ന് പറയാം. കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വർഗീയത നഞ്ച് കലർത്തിക്കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘം ക്രിസംഗീധാരകൾ, അത്തരം ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളോയും ഇസ്ലാമിന് വെറുപ്പ്, സംഘപരിവാറിന് അനുകൂലമായിട്ട് മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കാൻ. ഒരുപക്ഷെ നേരത്തെ ഇസ്ലാം വിമർശനങ്ങൾ ഒരു മിതമായ അളവിലും ഒരു മാന്യമായ അളവിലൊക്കെ നടന്ന അവസ്ഥയിൽ നിന്നും കടുത്ത ഇസ്ലാം വിരുദ്ധത, പ്രവാചകനെ ചീത്ത വിളിക്കുക, ഇസ്ലാമിക ശരീഅത്തിനെ ചീത്ത വിളിക്കുക, ആ പ്രവാചകനെയൊക്കെ വിളിച്ച് എന്തെല്ലാം പറയും അതെല്ലാം പറയുക. ഇസ്ലാമിനെ കുറിച്ച് എന്തെല്ലാം ഇസ്ലാം സംവദിച്ചിരുന്നു. ആ സംവാദത്തിലെ ഒരു പരാജയം, അത് ഇസ്ലാം ഒരുപക്ഷെ നേരത്തെ എം അക്ബറിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ അത്ര ചില പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിയ സംവാദങ്ങളുണ്ട്. ആ സംവാദങ്ങളിലേക്ക് പലപ്പോഴും ആശയപരമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ക്രൈസ്തവതയുടെ പരാജയം ഉണ്ടായിരുന്നു. ആ പരാജയത്തിന്റെ പ്രതികാരമായിട്ട് ഇസ്ലാമിനെ തിരിച്ച് തെറി പറയുക എന്ന് പറയുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളീയ പൊതുമണ്ഡലത്തിൽ കടുത്ത ഇസ്ലാം വിരോധം, ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത, ഇസ്ലാമിനെ കണ്ടാൽ, മുസ്ലിങ്ങളെ കണ്ടാൽ, ഒരു പർദ്ദ കണ്ടാൽ, ഒരു മൊഫ്ത കണ്ടാൽ, ഒരു ഹിജാബ് കണ്ടാൽ, മുസ്ലിങ്ങൾ ചിഹ്നം കണ്ടാൽ ചുവപ്പ് കണ്ട കാളയെ പോലെ ഇസ്ലാമിനെ കണ്ടാൽ തന്നെ വെറുപ്പോടെയും അറപ്പോടെയും വിദ്വേഷത്തോടെയും സമീപിക്കുന്ന ഒരു സംവിധാനം വരെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ സൃഷ്ടിച്ചു കൊണ്ടുവരാൻ ഇത്തരം ആളുകളോട് സാധിച്ചു. പക്ഷെ അതിൻ്റെയൊക്കെ വില ഇപ്പോൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ പറയുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള വേറൊരു വിഷയം കൂടിയാണ്. ഈ ക്രൈസ്തവ മിഷണറിമാരോട് ഈ രാജ്യത്തെ സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംഘപരിവാർ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒന്നിനെ നമ്മുടെ പൊതുമണ്ഡലം, ഇവിടുത്തെ മതേതരന്മാർ വരെ അറിഞ്ഞോ അറിയാതെ കോറസ് പാടുന്ന ഒരു കാര്യമുണ്ട്. ഇവർ മതപരിവർത്തനത്തിന് ക്ഷമിച്ചു എന്നതാണ്. എന്തിനാണ് മതപരിവർത്തനം ക്ഷമിക്കുന്നത് കേൾക്കുമ്പോൾ ഇവിടുത്തെ ക്രൈസ്തവർ പോലും പറയാ, എന്തിനാ ഇവിടുത്തെ കത്തോലിക്ക സഭയുടെ ഒക്കെ ആളുകളൊക്കെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് എന്തിനാ മതപരിവർത്തനത്തിന് പോയത്? അപ്പൊ മതപ്രബോധനം നടത്തുന്നു എന്ന് പറയുന്ന ഒരു മഹാപാപമായിട്ട് ക്രൈസ്തവ സമൂഹം പോലും പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കും അവർ മിഷണറി, കത്തോലിക്ക മിഷണറി എന്നാ പറയുക. മിഷണറി എന്ന പദത്തിന് അർത്ഥം അവർ പോലും മറന്നുപോയി. അതുകൊണ്ട് എന്തിന് പ്രബോധനം നടത്തണം, മതപ്രബോധനം നടത്തരുത്, മതപ്രബോധന പ്രവർത്തനങ്ങൾ പിന്നോട്ട് പോവുക എന്നൊരു വലിയ സന്ദേശമാണ് ഇപ്പോൾ രാജ്യത്തൊട്ടാകെ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മതപ്രബോധനം വേണ്ടതില്ല, ഇനി മതപ്രബോധനം ചെയ്യേണ്ടതില്ല എന്നിടത്താണ് ഇപ്പോൾ ക്രൈസ്തവ സഭകളും നമുക്ക് തിരുവസ്ത്രം അഴിച്ചു വെക്കാം, നമുക്ക് സഭാവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പരസ്യമായി നടക്കേണ്ടതില്ല, കുരിശ് പരസ്യമായി ധരിക്കേണ്ടതില്ല, അച്ഛന്മാർ, പോപ്പും ബിഷപ്പുമാർ, റവറന്റുമാർ, ഫാദർമാർ ഇനി മുതൽ അവരുടെ ഫാദർ വേഷം കെട്ടി ഉത്തരേന്ത്യൻ നാടുകളിൽ നടക്കല്ലേ. കന്യാസ്ത്രീകൾ അവരുടെ സഭാവസ്ത്രം, തിരുവസ്ത്രം അത് ധരിക്കല്ലേ. അതുകൊണ്ട് അത് ധരിച്ചൊഴിവാക്കുക. ഇതാണ് അവരുടെ ഇപ്പോഴുള്ള പരിഹാര രീതികൾ. നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, മതപ്രബോധനം എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ പ്രബോധക സമൂഹമാണ്. ഇസ്ലാം ഒരു പ്രബോധക മതം, ഇസ്ലാം ദഅവത്ത് ചെയ്യേണ്ട ഒരു മതം. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹം എന്നും പ്രബോധന പ്രവർത്തനങ്ങളിൽ ദഅവത്ത് നടത്തിക്കൊണ്ടേ ഇരിക്കണമെന്നതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. നമുക്കിപ്പോൾ ക്രൈസ്തവ സമൂഹ നിലപാട് പറയാനല്ല, നമുക്ക് നമ്മുടെ നിലപാട് പറയലാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക ലോകത്ത് ഇപ്പൊ ജൂതമതം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇവിടുത്തെ ഹിന്ദു, ഈ സവർണ ബ്രാഹ്മണിക്ക്, ഈ രണ്ട് മതങ്ങളും വംശീയ മതങ്ങളാണ്. വംശീയ മതം എന്ന് പറഞ്ഞാൽ
ഒരു ഏതൊരു വംശമാണ് ആ വംശത്തിൽ നിൽക്കുന്നു, അത് വംശീയ മതം. അതിൽ മതപരിവർത്തനമില്ല, അതിൽ മതപ്രബോധനമില്ല. മതപ്രബോധന കേരളത്തിലും ഇന്ത്യയിലൊക്കെ തന്നെ ഖർവാപ്പസി എന്ന് പറയുന്ന ഒരു സംവിധാനം. ഖർവാപ്പസി എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടങ്ങളിൽ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കോ ഇസ്ലാമിലേക്കോ മതം മാറിപ്പോയ ആളുകളെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന, നേരത്തെ ശുദ്ധി പ്രസ്ഥാനം എന്ന പേരിൽ, നേരെ പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സമീപനം സ്വാമി വിവേകാനന്ദൻ മുതല് ശ്രീ ശങ്കരാചാര്യൻ മുതല് സ്വാമി ശ്രദ്ധാനന്ദ മുതല് ഏതോ അളവിൽ ചെറിയ അളവിൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഈ ഹൈന്ദവ നവോത്ഥാനം എന്ന പേരിൽ അവിടുത്തെ ആര്യസമാജം അതുപോലുള്ള സമാജങ്ങളെല്ലാം ശ്രമിച്ചത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഒരു മതപ്രബോധനം ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു ഖർവാപ്പസി, നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലും അങ്ങനെ ഖർവാപ്പസി ഒരു ഇടിമുറി ഇസ്ലാമിലേക്ക് വന്ന കുറെ പെൺകുട്ടികളെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് അടിച്ചും ഇടിച്ചും ഒക്കെ വേട്ടയാടിയ അങ്ങനെ 19 പെൺകുട്ടികൾ തടവറയുണ്ടായിരുന്നു ഈ തൃപ്പൂണിത്തുറ പോലും. ഇപ്പോൾ തന്നെ കർണാടകയിലെ ധർമ്മസ്ഥൻ എന്ന് പറയുന്ന സ്ഥലത്ത് 100 കണക്കിന് മനുഷ്യരുടെ അസ്ഥിപഞ്ജരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രൂരത കുടിലും ചെയ്യുന്നത് ആരാണ്? ഞാൻ പറയുന്നത് അവർക്ക് മതപ്രബോധനം, മതപരിവർത്തനം കേൾക്കുമ്പോൾ എന്തൊരു പേടിയാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ എന്നാ മതപ്രബോധനം നടത്തണ്ട, എന്നാ മതപ്രബോധനം എന്തോ മോശം കാര്യമാണ്. നമ്മുടെ ഒരു MLA, ഒരു ബുദ്ധിജീവി MLA ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്താ ഇലക്ഷൻ മത്സരിക്കുന്നുണ്ടോ? വോട്ട് കൂടുതൽ മതത്തെ ആളുകൾ കൊണ്ടുവന്നത് എന്തിനായി മതപ്രബോധനം നടത്തുന്നത് എന്ന് നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു മുഖ്യമന്ത്രി ഈ പറവൂര് നമ്മുടെ വിസ്ഡം സുഹൃത്തുക്കൾ അവര് ഒരു ഇസ്ലാമിക പ്രബോധന ലഘുലേഖകളുമായി കടന്നു വന്നപ്പോൾ അവരാക്രമിച്ച് അതിന്റെ പേരിൽ അവരെ പീഡിപ്പിച്ച് ജയിലിലിട്ടപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പോലും ചോദിച്ചത് എന്തിനാണ് ഈ മതം പ്രബോധനം ചെയ്ത് മതത്തിന്റെ സന്ദേശങ്ങൾ പറഞ്ഞ് അത് ലഘുലേഖയാക്കി ആളുകൾക്ക് കൊടുത്ത് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാ ചോദിച്ചത്. ഇപ്പോൾ പോലും രാജ്യത്ത് ഉയർന്നു വരുന്ന ഇപ്പൊ ഇന്ത്യയിൽ തന്നെ 22 സ്റ്റേറ്റുകളിൽ മതപ്രബോധന നിരോധന നിയമം എന്ന പേരിൽ നിയമം പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെയും അറസ്റ്റ് ചെയ്യാം, നീ മതപ്രബോധകനാണ്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ, ഒരാൾ മതം മാറിയാൽ മതം മാറിയതിന് പിന്നിൽ ആരെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുപോയിട്ട് ജയിലിലടക്കം. അപ്പൊ ഒരുപക്ഷെ ജാക്കിർ നായിക്കിന് പോലും ഈ രാജ്യത്ത് ഇന്ന് കാലുകുത്താൻ കഴിയാത്ത വിധത്തിൽ നാട്ടിൽ നിന്ന് പുറത്താക്കി. ഒരുപാട് ഇസ്ലാമിക പ്രബോധകർ MM അക്ബർ സാഹിബ് ഉൾപ്പെടെയുള്ള പല ആളുകളെയും ഇസ്ലാമിക പ്രബോധകരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വലിയ ശബ്ദമുഖരിതമായ ഈ സംഘപരിവാറും അറിഞ്ഞും അറിയാതെ മതേതര സെക്കുലർ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും കൂടി മതപ്രബോധന എന്ന് പറയുന്ന മതപ്രബോധന വിരുദ്ധ മാനസികാവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്ര സങ്കീർണമായ കാലഘട്ടത്തിലും അസാമിന്റെ ബീഹാറിന്റെയൊക്കെ പ്രതിസന്ധികളുള്ള കാലഘട്ടത്തിലും ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാം ഒരു പ്രബോധക മതമാണ്. ഇസ്ലാമിന്റെ സന്ദേശം എന്നും മനുഷ്യർക്ക് കൈമാറിക്കൊണ്ടേയിരിക്കും, പ്രബോധനം നിർവഹിച്ചുകൊണ്ടേ പ്രതികൂല ഘട്ടത്തിൽ പോലും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നടത്താൻ മാത്രം ആശയം ആദർശം ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് ഇത്രയേറെ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമോഫോബിയ, ലോകം മുഴുവൻ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം വിരുദ്ധ ഇസ്ലാമോഫോബിയ. പക്ഷെ ലോകത്ത് ഏറ്റവും വളരുന്ന മതം ഏതാണെന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാം വിരുദ്ധ യുദ്ധമാണ് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലും ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ കടുത്ത ഇസ്ലാം വിരുദ്ധ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇസ്ലാം ഇസ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ യൂറോപ്പ്, ഇൻ ബ്രിട്ടൻ, ഇൻ ഫ്രാൻസ്, ഇൻ ഓസ്ട്രേലിയ. ലോകത്ത് ബ്രിട്ടനിലും അമേരിക്കയിലും ഫ്രാൻസിലൊക്കെ ഏറ്റവും വളരുന്ന മതം ഇസ്ലാമാണ് അവിടെയൊക്കെ വളരുന്ന മതം. സാക്ഷാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ബ്രിട്ടനിലെ UK അറിയപ്പെട്ട വലിയ വലിയ ക്രൈസ്തവ പള്ളികൾ, ചർച്ചുകൾ, വലിയ ചർച്ചുകളാണ്. വലിയ അർത്ഥത്തിൽ നിർമ്മിച്ചിട്ടുള്ള വലിയ വലിയ ചർച്ചുകൾ. ആ ചർച്ചുകൾ ഇന്ന് കാലിയാണത്രേ. അവിടെ ആരാധനകളില്ല, പ്രാർത്ഥനകളില്ല. കാരണം പ്രാർത്ഥിക്കാൻ വിശ്വാസികളില്ല. അവിടെയുള്ള വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് പള്ളികൾ കാലിയാവുന്നു, പള്ളികൾ വിൽപ്പനയ്ക്കിടുന്നു. എന്നാൽ വാങ്ങുന്നത് ആരാണെന്നറിയോ? പള്ളികൾ വാങ്ങുന്നത് മസ്ജിദിന്റെ ആളുകൾ. പള്ളികൾ മസ്ജിദുകളായി മാറുന്നു, ക്രൈസ്തവ ചർച്ചുകൾ മസ്ജിദുകളായി മാറുന്ന ചിത്രം. നമ്മൾ സാധാരണ പറയുന്നത് ഫോർ സെയിൽ. സാധാരണ അറബ് രാജ്യങ്ങളിലൊക്കെ അവരുടെ ഫ്ലാറ്റുകൾ ഫോർ സെയിൽ എഴുതി വെക്കാറുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്വന്തം മതം പോലും, സ്വന്തം ചർച്ചുകൾ വരെ ഫോർ സെയിൽ എന്ന് പറയുന്ന വെക്കുകയും ആ ഫോർ സെയിലിന് വാങ്ങുന്നത് ഇസ്ലാം. അങ്ങനെ
പ്രിയമുള്ളവരെ, ചർച്ചുകൾ മസ്ജിദുകളായിക്കൊണ്ടിരിക്കുന്ന, ചർച്ചുകൾ വാടകയ്ക്കെടുത്തുകൊണ്ട് ആഴ്ച ദിവസം ജുമഅ നടത്തുന്ന അവസ്ഥ വരെയും ബ്രിട്ടനിലും ഫ്രാൻസിലും അമേരിക്കയിലേക്കും ഉണ്ട്. ഞാൻ പറഞ്ഞ ലോകം മുഴുവൻ ഇസ്ലാമോഫോബിയ ആളിക്കത്തിക്കുമ്പോഴും ഇസ്ലാം എന്ന ആശയം യൂറോപ്യൻ രാജ്യങ്ങളിൽ, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ, ലോകത്താകമാനം വളർന്നുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ പോലും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ ഇവർ ഭയപ്പെടുകയാണ്. പ്രബോധന പ്രവർത്തനം എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് വരെ, ഞാൻ പറയുന്നത് ഇതിങ്ങനെ പറയുന്നത് മതപ്രബോധന വിരുദ്ധ നിയമം, മതപ്രബോധനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ പേടിപ്പിക്കുമ്പോൾ, എന്നാൽ ഈ മതപ്രബോധനം നിർത്തിയേക്കാം, മതപ്രബോധനമാണ് പ്രശ്നം എന്ന് പറയുന്ന, അങ്ങനെ ഉണ്ടല്ലോ. പശുവിന്റെ മാംസമാണ് അഖ്ലാഖിന്റെ വീട്ടിലുണ്ടായിരുന്നത് എന്ന് പേർന്നിട്ട് അഖ്ലാഖിനെ തല്ലിക്കൊന്ന്, ഇടിച്ച് കൊന്ന്, നശിപ്പിച്ച് മരിച്ചു കിടക്കുമ്പോൾ ചോദിക്കുന്നത് അത് പശുമാംസമായിരുന്നില്ല, ആട്ടുമാംസമായിരുന്നു അല്ലേ, അപ്പൊ അത് പരിശോധിക്കണമല്ലോ. അത് ആടിന്റെ മാംസമാണോ അതല്ല പശുവിൻ്റെതാണോ എന്ന് ചർച്ച ചെയ്യാം. ഈ മനുഷ്യനെ തല്ലിക്കൊന്നത് ശരിയാണോ അല്ലയോ എന്ന് ചർച്ച പോയിട്ട് ഈ ഇറച്ചി എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ബീഫ് ആയിരുന്നില്ല, അത് പശുവിറച്ചി ആയിരുന്നില്ല, അത് ആട്ടിറച്ചി ആയിരുന്നല്ലോ എന്ന രീതിയിൽ സങ്കടപ്പെടുകയും, പശുവിറച്ചി അല്ലായിരുന്നല്ലോ ആട്ടിറച്ചി ആയിരുന്നല്ലോ അതുകൊണ്ട് ശരിയായില്ല എന്ന് പറയുന്നിടത്തേക്കാണ് പെഹ്ലു-ഖാന്റെ ചർച്ച എത്തിയത്. ജീവിതത്തിൽ ഞാൻ പറയുന്നത്, ഈ കേരളത്തിൽ, ഇന്ത്യയിൽ മതപ്രബോധനം, ഈ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഇപ്പോഴുണ്ടായ ഹിന്ദുത്വം ഇവർ ഭയപ്പെടും. ലോകത്തെ വംശീയ മതമാണ്. ഈ ഖർവാപ്പസി പരാജയപ്പെടാൻ തന്നെ കാരണം ഈ ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക്, ക്രിസ്തു മതത്തിലേക്ക് പോയ ആളുകൾ തിരിച്ചു വരാൻ ശ്രമിച്ചപ്പോൾ ഹിന്ദു മതത്തിലേക്ക് വരുമ്പോൾ ഹിന്ദു മതത്തിൽ ഏത് ഹൈറാർക്കിയിലേക്കാണ് വരിക? ബ്രാഹ്മണനാക്കോ, ക്ഷത്രിയനാക്കോ, ശൂദ്രനാക്കോ, വൈശ്യനാക്കോ, പറയനാക്കോ, പുലയനാക്കോ, ഏത് ജാതിയിലേക്കാണ് കൊണ്ടുവരിക എന്നതാണ് ചർച്ച. തിരിച്ചു വരാൻ നോക്കുമ്പോൾ ഏത് ജാതി, അഥവാ ഇതൊരു ജാതീയ സമൂഹമാണ്, ഇതൊരു വംശീയ സമൂഹമാണ്. ആ മതത്തിൽ ലോകത്തെ ജൂതന്മാരുടെ മതവും ഹിന്ദു മതവും എന്ന് പറയുന്നത് വംശീയ മതങ്ങളാണ്. അതേസമയം ഇസ്ലാമും ക്രൈസ്തവതയും മിഷണറി മതങ്ങളാണ്, ആശയപരമായ മതങ്ങളാണ്, ആദർശപരമായ മതങ്ങളാണ്. ആ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പ്രബോധക ശേഷിയുണ്ട്. അത് ഇന്ത്യയുടെ പോലും ചരിത്രം മാറി ഇസ്ലാം വന്നതോടുകൂടിയിട്ട് ഒരു സംശയം വേണ്ട. ദി ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഇസ്ലാം നിർവഹിച്ച ചരിത്രപരമായ പങ്കുണ്ട്. സഖാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാന്നറിയോ? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കന്റിലേക്ക് ഉണ്ടാക്കിയ ആളുടെ പേര് സഖാവ് എം.എൻ. റോയ് എന്ന് പറയുന്ന ലോക ഇന്റർനാഷണൽ സഖാവ് ലെനിന്റെയൊക്കെ കൂടെ ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ നേതൃത്വം നൽകിയ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകിയ വ്യക്തി പോലും പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നടത്തിയ ഏറ്റവും വലിയ സാമൂഹിക മാറ്റങ്ങളിൽ പങ്ക് ഇസ്ലാമാണെന്നാണ്. ഇസ്ലാം ഇസ് ദി ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ. ജവഹർലാൽ നെഹ്റുവിന് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രത്തിലെ നാഗരിക ചരിത്രത്തെ പറ്റി പറയുമ്പോൾ ഇന്ത്യയുടെ നവോത്ഥാനങ്ങൾക്ക്, ഇന്ത്യയിൽ കണ്ട സാമൂഹിക പരിവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഇസ്ലാമിക ഭരണവും ഇസ്ലാമിന്റെ സാന്നിധ്യവുമാണെന്ന് ജവഹർലാൽ നെഹ്റു മുതൽ അനി ബസന്റ് മുതൽ രാമകൃഷ്ണ റാവു ഉൾപ്പെടെയുള്ള ഒരുപാട് ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്ത് ഇസ്ലാം കടന്നു വന്നതോട് കൂടിയിട്ടാണ് ഒരുപക്ഷെ കേരളത്തിന് നവോത്ഥാനം എന്ന് പറയുന്ന പോലും ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹം, മാലിക് ദീനാർ ഈ കേരളത്തിൽ, ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിന്നും അങ്ങ് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കി പോയ ചേരമാൻ പെരുമാൾ, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ നിന്നും വന്ന ഇസ്ലാമിക പ്രബോധനയ മാലിക് ദീനാറും ഹബീബുദ്ദീനാറൊക്കെ വന്ന് കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ കാലുകുത്തി, അങ്ങനെ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിന്നും ഈ തീരദേശ മേഖലകളിൽ പോയ പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ കാസർഗോഡ് നിങ്ങൾക്ക് ഒരുപാട് മാലിക് ദീനാർ മസ്ജിദുകൾ കാണാം. കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, മാടായിണ്ട്, മാട്ടൂരുണ്ട്, തലശ്ശേരിയില്, ആ പ്രദേശങ്ങൾ മുഴുവൻ ഇസ്ലാമിലേക്ക് മുഴുവൻ കൂട്ടമായി കടലോരം എന്നും ഇസ്ലാമിൽ കാസർഗോഡ് മുതൽ, നേരത്തെ പറഞ്ഞ കണ്ണൂർ മുതൽ, മാടായി മുതൽ, മാട്ടൂര് മുതൽ, അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ തലശ്ശേരി മുതൽ, അവിടുന്ന് ഇങ്ങോട്ട് വടകര, ആ പ്രദേശങ്ങൾ, കടലോര കോഴിക്കോട്, ആ പരപ്പനങ്ങാട്, തിരൂര്, താനൂര്, പൊന്നാനി, കൂട്ടായി, ആ പ്രദേശങ്ങൾ, മട്ടാഞ്ചേരി, കൊച്ചി, ആലപ്പുഴ, അങ്ങനെ കൊല്ലം, ജോനകപ്പുറം, തിരുവനന്തപുരം, അങ്ങനെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ കടലോരങ്ങൾ ഇസ്ലാമിന്റെ കീഴില. മൊത്തം ജനങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു. ഈ കേരളത്തിന്റെ നവോത്ഥാനം പോലും പലപ്പോഴും നമ്മുടെ ചില ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ, അയ്യങ്കാളിയുടെ, ഇങ്ങനെ എന്തോ തിരുവിതാംകൂറിൽ
പിന്നെ അതല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിൽ, അവിടേക്കാണ് കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറയുന്നത്. അങ്ങ് മൈസൂരിന്റെ മണ്ണിൽ നിന്നും മലബാറിലേക്ക് കടന്നു വന്ന ടിപ്പു സുൽത്താൻ 1780-കളിൽ ഹൈദരലി, ടിപ്പു സുൽത്താൻ അവർ വന്നതോടെയാണ് ഈ കേരളത്തിൽ ഏറ്റവും വലിയ നവോത്ഥാനം. കേരളത്തെ പൊതുവഴിയുണ്ട്, ടയർ വന്നത്, അല്ലെങ്കിൽ ഒരു ചക്രവണ്ടി വന്നത്, വഴികൾ, അന്ന് ഊടുവഴി ഉണ്ടായിരുന്നു, റോഡുകൾ, ടിപ്പു സുൽത്താൻ റോഡുകൾ. എന്തുകൊണ്ടാ റോഡുകൾ ഉണ്ടാക്കിയത്? ടിപ്പു സുൽത്താനാ. മനുഷ്യര് മണ്ണ്, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂപരിഷ്കരണ നിയമം ആദ്യമായി കുടികിടപ്പുകാരന് മണ്ണ് നൽകിയത്, ഭൂമി നൽകിയത് യഥാർത്ഥ ടിപ്പു സുൽത്താനാ. സംബന്ധം അസംബന്ധം ഇവിടുത്തെ നായർ കുടുംബങ്ങൾ കണ്ടിരുന്ന ഏറ്റവും വലിയ ശുദ്ധ വ്യഭിചാര സംസ്കാരത്തെ ആട്ടിയിറക്കിയത്, മര്യാദയ്ക്ക് വിവാഹം കുടുംബജീവിതം നയിക്കണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ സവർണ ഭ്രാന്തന്മാരെ ആട്ടിയിറക്കിയത്, യഥാർത്ഥത്തിൽ ആ സമൂഹത്തിൽ പോലും ഇവിടുത്തെ സാമൂതി ബ്രാഹ്മണിക്ക് സവർണ കുടുംബങ്ങളിൽ പോലും നവോത്ഥാനം നടത്തിയത് ടിപ്പു സുൽത്താനാ. അവരെ ഇല്ലങ്ങൾ പൊളിഞ്ഞു പോയത് പോലും അവരെ സാംസ്കാരിക വൈകൃതങ്ങൾ കൊണ്ടാണ്. അവരുടെ വൈകൃതങ്ങൾ പിടിച്ചു കെട്ടിയത്. അതുകൊണ്ടാണ് ഇന്നും ടിപ്പു എന്ന് കേൾക്കുമ്പോൾ സ്വന്തം പട്ടിക്ക് പേരിടാൻ കാരണം, പേരുകൊണ്ട് അറക്കാൻ കാരണം ടിപ്പു എന്നോടുകൂടിയാണ് ഈ കേരളത്തെ മണ്ണ് അവർക്ക് കയ്യിൽ പോയത്. 30,000-50,000 ഏക്കർ സ്ഥലം വെച്ചിട്ട് ബ്രഹ്മസ്വത്തിനും ദേവസ്വത്തിനും പേര് പറഞ്ഞ് സവർണർ ഭൂമി എടുത്ത് പറയുന്ന പോലും ഇന്ന് ലക്ഷം വീടില്ല, ലക്ഷം കോളനിയില്ല. എന്തുകൊണ്ട് അവർക്ക് വീടില്ലാത്ത? പറയന്മാർക്ക് സ്ഥലമില്ല, ഭൂമി അവർക്ക് പാടില്ല. ഇങ്ങനെ ഈ രാജ്യത്തെ ജാതീയതയുടെ പേരുണ്ടായിരുന്ന ഈ കേരളത്തെ ജാതി ഭ്രാന്തിനെ ചികിത്സിച്ചത് ഇസ്ലാമാണ്. അതുകൊണ്ട് ഇസ്ലാം അത് പ്രബോധനം ചെയ്യും, അത് ഇസ്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏറ്റവും അവസാനം മീനാക്ഷിപുരം, ഈ തമിഴ്നാട്ടിലെ അതടക്കം ഇസ്ലാമിലേക്ക് വന്നു ഈ ജാതീയതയുടെ പേര്. ഞാൻ പറഞ്ഞു, ഇന്നും ഈ പറയുന്ന ഛത്തീസ്ഗഡിലും ഉത്തരാഞ്ചലിലും ഒക്കെയുള്ള ആദിവാസി ഊരുകളിലെ മനുഷ്യർ സവർണ ഇന്ത്യ, അവർണ ഇന്ത്യക്ക് ഒരു പക്ഷേ ഉപ്പുമാവ് കൊടുത്ത് അല്ലെങ്കിൽ പാല് കൊടുത്ത് ഏതെങ്കിലും അർത്ഥത്തിൽ ബൈബിൾ കൊടുത്തപ്പോൾ മതം മാറിയെങ്കിൽ അത്രത്തോളം ദയനീയമാണ് ഈ രാജ്യത്തെ ചേരി പ്രദേശങ്ങളിലെ, ഗോത്രപ്രദേശങ്ങളിലെ പിന്നാക്ക ഹിന്ദുക്കളുടെ ജീവിതം. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഇസ്ലാം ഇന്നും മുന്നോട്ട് പോകും. അത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാം പ്രബോധനം നിർവഹിക്കണം. ഇസ്ലാമിക സമൂഹം അന്തസ്സോടെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കണം. ഇസ്ലാമിന്റെ സന്ദേശം ജനങ്ങളെ അറിയിക്കണം, പ്രബോധനം ചെയ്യണം. അതല്ലാതെ തൽക്കാലം നമുക്ക് സഭാവസ്ത്രം അഴിച്ചു വെക്കാം, തൽക്കാലം നമുക്ക് ബൈബിൾ സ്കൂളുകൾ നിർത്തിവെക്കാം, തൽക്കാലം നമുക്ക് എങ്ങനെ നമ്മുടെ മതവും മതപ്രബോധനവും മിഷണറി പ്രവർത്തനം നിർത്താം എന്നിടത്തേക്കല്ല പരിഹാരം പോകേണ്ടത്. ഞങ്ങളുടെ മതം പ്രതിനിധീകരിക്കും, ഞങ്ങളുടെ മതം പ്രാക്ടീസ് ചെയ്യും, ഞങ്ങളുടെ മതം പ്രബോധനം ചെയ്യും, അങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറയുന്ന ഇസ്സത്തുള്ള നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ള സമൂഹമായി പ്രതിസന്ധികളുണ്ട്.